ഹായ്, എല്ലാവർക്കും മീനട്ടി സ്റ്റോറീസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ എന്താണെന്നറിഞ്ഞാലോ? കഥ കേട്ടുകഴിഞ്ഞ് അത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് കഥയിലേക്ക് പോകാം അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ ജീവിതത്തില് 19ാമത്തെ വയസ്സിൽ നടന്ന ഒരു സുന്ദരമായ അനുഭവത്തെപ്പറ്റിയാണ്. അച്ഛന്റെ കൂടെ വീടുപണിക്ക് വേണ്ടി പോയതുകൊണ്ട് 25 വയസ്സുള്ള ഇത്തയുമായി എല്ലാം നടത്താൻ പറ്റിയ ഒരു സുന്ദര അനുഭവം. സ്വന്തം ഭർത്താവിൽ നിന്ന് പോലും കിട്ടാത്തത് ഞാൻ എന്റെ അടുത്തുനിന്ന് കൊടുത്തു. അതുകഴിഞ്ഞു പിന്നെ ഞാനില്ലാതെ ഇത്തയ്ക്കൊട്ടും പറ്റില്ലാതെ വന്നു. എങ്ങനെയാണ് ഞാൻ ഇത്തയെല്ലാം നടത്തിയത് എന്ന് പറയാം. അതിനു മുന്നേ ഞാൻ എന്നെക്കുറിച്ച് പറയാം. എന്റെ പേര് ആഷിദ്. എല്ലാം നടത്തുന്ന സമയത്ത് എനിക്കെന്ന പ്രായം 19. എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ അവസരം നന്നായി മുതലാക്കാൻ എനിക്ക് പറ്റി. എന്റെ വീട്ടിൽ ഉമ്മയും വാപ്പയും ഞാനും അനിയത്തിയുമാണുള്ളത്. എന്റെ വാപ്പ എന്ത് ജോലിക്ക് വേണമെങ്കിലും പോകും. ഞാനും ഒരുപാടൊന്നും പഠിച്ചില്ല. ആകെ പഠിച്ചത് +2 വരെയാണ്. പിന്നെ വാപ്പായുടെ കൂടെ ജോലിക്കിറങ്ങി. അങ്ങനെ ഒരു ദിവസം വാപ്പ ഒരു വീട്ടിൽ അവരുടെ പെരമേയാൻ പോയി. അവിടെ വെച്ചാണെല്ലാം നടന്നത്. അവിടെ ഒരു ഇത്തയുണ്ടായിരുന്നു. 25 വയസ്സ് പ്രായമുണ്ട്. കല്യാണം കഴിഞ്ഞതാണ്. ഭർത്താവുണ്ട്. പക്ഷെ അയാളെ കണ്ടാൽ തന്നെ അറിയാം, ഒരു മണ്ണുണ്ണിയായ ഒരുത്തൻ. പേര് ഷിഹാബ്. ഇത്തയുടെ പേര് നൈഷ. നല്ല മെഴുത്തുകൊഴുത്ത ഒരു ഉമ്മച്ചിക്കുട്ടി. പിന്നെ അവിടെ പുള്ളിക്കാരിയുടെ അമ്മായിയമ്മയും അമ്മായിയപ്പനുമുണ്ടായിരുന്നു. പേര് മേയാൻ. എന്റെ വാപ്പയും കുറച്ചു പണിക്കാരുമുണ്ടായിരുന്നു. അവരോടൊക്കെ ഭയങ്കര കൊഞ്ചലും കൊഴയിലും. ഒരുമാതിരി എല്ലാം കാണാൻ പാകത്തിന് അവരുടെ മുന്നിൽ വന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കുകയായിരുന്നു എന്നൊക്കെ എന്റെ വാപ്പ വീട്ടിൽ വന്ന് ഉമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. അതുമല്ല, ഇത്തയ്ക്ക് നല്ല മുഴുത്ത മാറുകളും ചന്തികളുമൊക്കെയുള്ള ഒരു സുന്ദരി ഉമ്മച്ചിക്കുട്ടിയാണെന്ന് വാപ്പ ഉമ്മയോട് പറയുന്നത് ഞാൻ ഒളിച്ചുനിന്ന് കേട്ടു. സത്യം പറയാലോ, വാപ്പ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു മുതലിനെ നേരിട്ട് കാണണമെന്ന് പൂതി എനിക്കും വന്നു. അങ്ങനെ ആദ്യമൊക്കെ വീടിന്റെ അറ്റകുറ്റപ്പണികളായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഓടുകൾ മേളിൽ നിന്നും ഇറക്കിയിട്ട് വീണ്ടും വൃത്തിയാക്കി തിരിച്ചുവെക്കാനാണ് എന്റെ വാപ്പ ചെയ്യുന്നത്. അങ്ങനെ ഓടുവെക്കുന്ന 5 ദിവസത്തേക്ക് കൂടെയുള്ള ആളുകൾ എല്ലാവരും വേണമെന്ന് വാപ്പായ്ക്ക് നിർബന്ധമായിരുന്നു. പക്ഷെ അത് 2 പേർ ആ ദിവസങ്ങളിലില്ല. അവരല്ലാതെ എങ്ങനെ ചെയ്യും? എല്ലാം കൂടി തനിയെ ചെയ്താൽ സമയത്ത് തീരില്ല എന്ന് വിചാരിച്ച് ആകെ വിഷമത്തിലായി എന്റെ വാപ്പ. അതൊക്കെ അടുക്കളയിൽ നിന്ന് ഉമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. ആ അവസരം ഞാൻ നന്നായി മുതലാക്കാൻ തന്നെ തീരുമാനിച്ചു. എന്തായാലും വാപ്പയുടെ കൂടെ സഹായത്തിനു വേണ്ടി ആ വീട്ടിൽ പോവുകയാണെങ്കിൽ വാപ്പ പോലും കൊതിച്ച ഉമ്മച്ചിക്കുട്ടിയെ നേരിട്ട് കണ്ട് വാപ്പ പറഞ്ഞതൊക്കെ സത്യമാണ് എന്നറിയാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വാപ്പാനെ പറഞ്ഞൊതുക്കി. അത് വാപ്പ കൂടെയുണ്ടായിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കു കൂടി പൈസ കൊടുക്കണ്ടേ? വാപ്പയ്ക്ക് ആരുമില്ലെങ്കിൽ ഞാൻ വാപ്പാനെ സഹായിക്കാൻ വരാം. അപ്പോൾ പിന്നെ 2 പേരുടെ കൂലി കയ്യിൽ നിന്നും പോകില്ലല്ലോ. കുറച്ചൊക്കെ പൈസ എനിക്ക് തന്നാൽ മതിയെന്ന് ഞാൻ വാപ്പയോട് പറഞ്ഞു. അതൊരു നല്ല ഐഡിയയാണെന്ന് വാപ്പായ്ക്ക് തോന്നി. എനിക്ക് ഉമ്മച്ചിക്കുട്ടിയെ കാണാനുള്ള കൊതി കൊണ്ടായിരുന്നു ഞാൻ അത്രക്ക് പൈസയൊന്നും വേണ്ട എന്ന് പറഞ്ഞത്. കാരണം വാപ്പ എന്നെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിലോ എന്നോർത്തു. അങ്ങനെ പിറ്റേ ദിവസം ഞാനും കൂടി പണിക്കുപോയി. ഓടൊക്കെ താഴെയിറക്കി വൃത്തിയാക്കിയിട്ട് തിരിച്ചുവെക്കാൻ വേണ്ടിയാണെന്ന് പോയത്. പക്ഷെ അതിനു പകരം തൊട്ടപ്പുറമുള്ള ഒരു തൊഴുത്ത് കുറച്ചു പണികളും തീർക്കാതെ കിടക്കുകയായിരുന്നു. അതിന്റെ പണികളൊക്കെ വാപ്പാനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാനും വാപ്പായും കൂടി അവിടെയിരുന്ന് ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാപ്പ പറഞ്ഞ സുന്ദരിക്കുട്ടി ഞങ്ങളടുത്തേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ 25 വയസ്സൊക്കെ ഉണ്ട് എന്ന് പറയുന്നതുപോലെ വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. അത്രയ്ക്ക് തീരെ ചെറിയ ആളായിരുന്നു. പക്ഷേ ശരീരമൊക്കെ നല്ല വടിവൊത്തതു തന്നെയായിരുന്നു. വാപ്പ വീട്ടിൽ വന്ന പറഞ്ഞതൊക്കെ ഒരു സത്യം തന്നെയായിരുന്നു. വാപ്പ പോലും കണ്ടു കൊതിച്ചെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? ഞാൻ അവിടെ ഓരോ പണികൾ ചെയ്യുമ്പോഴും ഇത്താനെത്തന്നെയായിരുന്നു നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഇത്ത എന്നോട് ദേഷ്യപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ നോക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് വെള്ളമിറക്കി നോക്കുകയായിരുന്നു ഇത്ത. അല്ല, ഞാനും ഒരു ചുള്ളൻ ചെക്കൻ തന്നെയായിരുന്നു. പിന്നെ ഇത്താനെ കുറ്റം പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ചായയെടുപ്പിലും ഓരോ ആഹാരങ്ങൾ ഉണ്ടാക്കിത്തരലുമൊക്കെയായിട്ട് എപ്പോഴും ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു പുള്ളിക്കാരി.
ഭർത്താവിന് വലിയ മൈൻഡൊന്നുമില്ല എന്ന് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. അന്നത്തെ ദിവസത്തെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എനിക്ക് കൊതിയായി തുടങ്ങി. പിറ്റേ ദിവസവും പണിക്കു വേണ്ടി ഞാനും വാപ്പായും കൂടി പോയി. അന്നത്തെ ദിവസം ഓടൊക്കെ മുകളിൽ നിന്ന് ഇറക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം വാപ്പ ഓടിന്റെ മുകളിൽ നിന്ന് ഓരോ ഓടും പിറക്കിത്തന്നു. പെട്ടെന്നൊരു ഓട് വാപ്പാടെ കൈയിൽ ചാടി ചതഞ്ഞു. അതുകൊണ്ട് ഇനി ഞാൻ പിറക്കിവെച്ചോളാം എന്ന് പറഞ്ഞ് വാപ്പാനെ താഴെയിറക്കി. എന്നിട്ട് ഞാൻ മുകളിൽ വലിഞ്ഞുകയറി. അന്നത്തെ ദിവസം ഓളൊക്കെ പിറക്കി താഴെ വെക്കുന്ന ദിവസമായിരുന്നു എന്നെനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു മുണ്ടൊക്കെ ഉടുത്തായിരുന്നു അന്ന് ഇത്താടെ വീട്ടിൽ പണിക്കു പോയത്. വാപ്പാടെ കൈ ചതഞ്ഞിരിക്കുന്നതുകൊണ്ട് വാപ്പായ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മേളിൽ കയറി ഓരോ ഓടും താഴത്തേക്കു വെച്ചു. പക്ഷേ മേളിൽ നിന്ന് ഞാൻ ഓരോ ഓടും പിറക്കി താഴെ കൊടുക്കുമ്പോൾ അത് വാങ്ങുന്നത് എന്റെ വാപ്പയായിരുന്നു. ചതഞ്ഞിരിക്കുന്ന കൈകൾ കൊണ്ട് വീണ്ടും വീണ്ടും ഓടുകൾ പിറക്കി വെച്ചപ്പോൾ വേദന സഹിക്കാൻ പറ്റാതെ വാപ്പ ആകെ വിഷമിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് നൈസായിട്ട് ഇത്ത ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. വാപ്പായോട് മാറിയിരുന്നു കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ മുകളിൽ നിന്ന് പിറക്കിത്തരുന്ന ഓരോ ഓടും മേടിച്ച് താഴെ വയ്ക്കുന്നത് ഇത്തയായിരുന്നു. ഇത്ത വന്ന് എന്റെ താഴെ നിന്ന് ഓരോ ഓടും മേടിച്ചു പിറക്കി വയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ എന്റെ മുണ്ട് പതിയെ മടക്കിക്കുത്തിത്തന്നെ നിന്നു. കുറച്ചുനേരം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഇത്തായുടെ പല നോട്ടവും മറ്റു പല വഴികളിലേക്ക് പോകുന്നതായി എനിക്ക് തോന്നി. ഇത്താൾക്ക് ഭർത്താവിൽ നിന്ന് കാര്യമായി ഒന്നും ലഭിക്കുന്നില്ല എന്ന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നീട് കുറെ ഓടുകളൊക്കെ താഴെ ഇറക്കിവെച്ച് എല്ലാം വൃത്തിയാക്കി തിരിച്ചുവെച്ചു. ബാക്കിയുള്ള ഓടുകളൊക്കെ അടുത്ത ദിവസം ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാൻ തുടങ്ങുകയായിരുന്നു. ആ സമയം എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുമ്പോൾ ഇത്ത എവിടെയെന്ന് ഞാൻ ചോദിച്ചു. അവൾ കുളിക്കാൻ വേണ്ടി പോയതാണെന്നും ആകെ ദേഹം മൊത്തം ചെളിയായി എന്നും ഇത്തായുടെ അമ്മായിയമ്മ പറഞ്ഞു. അത് കേട്ടതും പെട്ടെന്ന് ഞാനൊരു സാധനമെടുക്കാനുണ്ട്, വാപ്പ കുറച്ച് നടന്നോളൂ എന്നും പറഞ്ഞ് ഞാൻ വീണ്ടും ആ വീട്ടിലേക്ക് പോയി. ഞാൻ പതിയെ ഏണിയിലൂടെ കയറി ബാത്റൂമിന്റെ സൈഡിലുള്ള ഓട് മാറ്റി. പതിയെ ബാത്റൂമിലേക്ക് നോക്കിയതും ഒരു കെട്ടിയലങ്കരിച്ച കാഴ്ചയായിരുന്നു അകത്തുണ്ടായിരുന്നത്. പെട്ടെന്ന് മേളിൽ നിന്നും വെളിച്ചം കണ്ടപ്പോൾ ഇത്ത മുകളിലേക്ക് നോക്കി. ആ സമയം എന്നെ കണ്ടു. പക്ഷേ എന്നെ കണ്ടപ്പോൾ കയർക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാനാണെന്ന് മനസ്സിലായപ്പോൾ ഇത്ത എന്നോട് അവിടെ നീ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു. ഞാനൊരു ഓട് വെച്ചത് ശരിയായില്ല, നനയും, അത് ശരിക്കും വെക്കാൻ കയറിയതാണെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ത ദേഹത്ത് മൊത്തം സോപ്പ് തേക്കാൻ തുടങ്ങി. ഞാൻ സോപ്പ് തേച്ചു തരണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കുളിക്കാൻ തുടങ്ങി. എന്തായാലും ഇത്തയ്ക്ക് എന്നോട് താൽപ്പര്യമുണ്ടെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഓടുപണിയുടെ 3-ാം ദിവസം കൊണ്ട് തന്നെ ഞാനും ഇത്തയും തമ്മിൽ നല്ല രീതിയിൽ കൂട്ടായി. എല്ലാ പണിയും തീർത്ത് മുഖമൊക്കെ കഴുകിപ്പോകാൻ തുടങ്ങുന്ന സമയം ഇത്ത എന്നോട് മൊത്തം ദേഹം അഴുക്കായല്ലോ, കുളിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. ഇത്ത നിർബന്ധിച്ചതായതുകൊണ്ട് തന്നെ ഞാൻ കുളിക്കാനായി പുറത്തുള്ള ബാത്റൂമിൽ കയറി. ഞാൻ ബാത്റൂമിൽ കയറിയതും ഇത്ത ഓടിവന്നു. അവിടുത്തെ ബാത്റൂമിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ഇത്ത കുളിക്കുന്ന ബാത്റൂമിൽ കയറിക്കൊള്ളാൻ എന്നോട് പറഞ്ഞു. ഇത്ത പറയുന്നത് കേട്ട് ഞാനവിടെ കുളിക്കാൻ വേണ്ടി കയറി. ദേഹത്ത് സോപ്പ് തേച്ചുകൊണ്ടിരിക്കുന്ന സമയം വാതിലിൽ ഒരു മുട്ടുകേട്ടു. ആരായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പതിഞ്ഞു തുറന്നു നോക്കിയപ്പോൾ വാതിൽ തള്ളി തുറന്ന് ഇത്തയും അകത്തേക്ക് കയറി. ഇത്തയും ആകെ മുഷിഞ്ഞു എന്നും നിന്റെ കൂടെ കുളിക്കുകയാണെങ്കിൽ ഒരു കൂട്ടുണ്ടല്ലോ എന്നും പറഞ്ഞായിരുന്നു അകത്തേക്ക് കയറിയത്. പിന്നെ ഞങ്ങൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോ ഇന്നത്തെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.